ഹായ് ഹലോ, എല്ലാവർക്കും ദിലോസ് വ്ലോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഇവിടെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാൽ മഴയാണ് കേട്ടോ. രാത്രിയും ചിലപ്പോൾ മഴ പെയ്യാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മഴക്കാറാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിയണം വെയിലൊക്കെ വരണമെങ്കിൽ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എന്താണ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നൊരു ഹാഫ് ഡേ ആണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാ പോലെ തന്നെ. എന്നാലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ ഏട്ടൻ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കാറ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ പണികളൊക്കെ തീർത്തു. അതിനുശേഷം ഞാനും കുഞ്ഞുണ്ണിയും കൂടെ അടുത്ത വീട്ടിൽ മുല്ലപ്പൂ പറിക്കാൻ പോവുകയാണ് കേട്ടോ. മുല്ലപ്പൂ ഒക്കെ കഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇന്ന് കുറച്ചുള്ളൂ കേട്ടോ മുല്ലപ്പൂ. സാധാരണ കുറേ പേര് ഒന്ന് പറിക്കുന്നതാണ്. അപ്പോൾ പറിക്കുമ്പോൾ ചിലർ മുട്ടടക്കം പറിച്ചുകൊണ്ട് പോകും. അപ്പം പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവില്ല. ഇന്നലെ ഞാനേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുല്ലപ്പൂവിൻ്റെ. അപ്പോൾ അത് ഇവിടെ നിന്നാണ് പറിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ അങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ. പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അംഗൻവാടി തുറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അംഗൻവാടി വരുന്നത്. അപ്പോൾ അവിടുത്തെ ഹെൽപ്പറായിട്ടുള്ള ചേച്ചിയും പിന്നെ അംഗൻവാടിയിലേക്ക് വരുന്നൊരു കുഞ്ഞുണ്ട്. അപ്പോൾ അവർ രണ്ടും കൂടെ വന്നിട്ടുണ്ട്. അംഗൻവാടി തുറക്കുകയാണ്. അപ്പോൾ അവൻ ഞങ്ങളോട് ചോദിച്ചേ മുല്ലപ്പൂ ഒന്ന് കാണിച്ചു തരുമോയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പാത്രം അവന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവനൊരു നാണമൊക്കെ വന്നേ. നല്ലോണം സംസാരിക്കും കേട്ടോ അവൻ. പക്ഷേ ഇപ്പോൾ നാണമായിട്ടാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ടേബിളിൽ ഞാൻ കൊണ്ടുവന്ന മുല്ലപ്പൂ വെച്ചു കേട്ടോ. അതാകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേ ഒരു മുല്ലപ്പൂ സ്മെല്ലിങ്ങനെ വരും കേട്ടോ. പിന്നെ ഇന്ന് പഠിക്കാനും വായിക്കാനൊക്കെ ഉള്ള ബുക്കുകളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തു വെച്ചു. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളം അതും എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പഠിക്കാനിരുന്നു കേട്ടോ. മഴക്കാറൊക്കെ മാറി വെയിൽ വന്നു തുടങ്ങി കേട്ടോ. ഇനി ചൂടും പുകയൊക്കെ ആയിരിക്കും. ഇന്ന് രാവിലെ എഴുന്നേറ്റില്ല പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം അങ്ങോട്ട് പഠിച്ചു പോയിക്കോളും. എന്നൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു മടി. അപ്പോൾ പിന്നെ അവിടെ അങ്ങോട്ട് കിടന്ന് ഞാൻ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. മടിയൻ മല ചുമക്കുന്നാണല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റില്ല. അപ്പോൾ ആ ഒരു പോർഷൻ കൂടെ ഈ സമയത്ത് പഠിച്ചെടുക്കണം. എനിക്കാണെങ്കിൽ ബുക്ക് തുറന്ന് അപ്പോൾ ഉറക്കം വരും കേട്ടോ. പിന്നെ അതെല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് ഈ പഠിക്കേണ്ടത് കേട്ടോ. എനിക്ക് ഈ പഠിക്കുന്ന കാര്യത്തിൽ രാത്രി ഞാൻ എത്ര സമയം വരെ വേണമെങ്കിൽ ഇരുന്ന് പഠിക്കും കേട്ടോ. പക്ഷേ ഈ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ തന്നെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് രാത്രി മാക്സിമം പഠിക്കാൻ നോക്കും. ഇനിയിപ്പോൾ ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് അങ്ങനെ പഠിക്കാൻ തോന്നില്ല. നമ്മളിങ്ങനെ ഏട്ടൻ ഞാനും കുറച്ച് സമയമേ കിട്ടുള്ളൂ പണി കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ആ സമയം നമ്മൾ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും. പിന്നെ പകൽ മൊത്തം എനിക്ക് ഫ്രീ ആണല്ലോ. അപ്പോൾ ആ ടൈം പഠിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്കുള്ളതൊക്കെ എല്ലാം പഠിച്ച് സെറ്റാക്കി എടുത്തു. ബുക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്കൊരു ബുക്ക് വായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വായിക്കാനെടുത്തു. അതും കുറച്ചായിരുന്നു വായിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താണെന്ന് നോക്കിയില്ല, പോയിട്ട് ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു, അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ.